ഹായ്, എൻ്റെ പേര് സാര ജേക്കബ് നായർ എന്നാണ്. ഇന്ന് ഞാൻ പഠിപ്പിക്കാൻ പോകുന്നത് ഒരു ബീൻസ് തോരൻ. നമുക്ക് ആദ്യം തന്നെ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു പാൻ എടുക്കുക. കുറച്ച് കുഴിഞ്ഞ പാനാണെങ്കിൽ വളരെ നന്നായിരിക്കും, ബീൻസ് കുറച്ച് വേവാൻ എളുപ്പമുണ്ട്. പിന്നെ ഒരു അടപ്പുള്ളത്, അടപ്പില്ലെങ്കിൽ അടപ്പുള്ളത് എപ്പോഴും കുറച്ച് ഇങ്ങനെ സ്റ്റീം പോകുന്ന അടപ്പാണെങ്കിൽ നല്ലത്. ആദ്യം തന്നെ നമുക്കിത് ചൂടാക്കാം. ചൂടാക്കി കഴിഞ്ഞാൽ അതിനകത്ത് കുറച്ച് എണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണയാണ് എപ്പോഴും നല്ലത്. ഇപ്പം നമ്മുടെ ആരോഗ്യത്തിന് നല്ല ഒരു എണ്ണ ആയതുകൊണ്ട് അതൊന്ന് ചൂടാവുന്ന വരെ നോക്കിയിരിക്കാം. പിന്നെ എന്താ അതിനകത്ത് നമുക്ക് ആദ്യം ഇടേണ്ടത് എപ്പോഴും കടുക്, പിന്നെ ഉള്ളി, കറിവേപ്പില, കുറച്ച് ഉള്ളി ആദ്യം തന്നെ അത് ചൂടാവുന്ന വരുമ്പോഴേക്കും നമുക്കൊരു കുറച്ചൊരു 3, 4, 5, 6 ഉള്ളി എടുക്കുക. ഒന്ന് ചതയ്ക്കുക. അതിന് വല്ലാണ്ട് ചമ്മന്തിയൊന്നും ആക്കണ്ട, ഒന്ന് ചതഞ്ഞ് കിട്ടിയാൽ മതി. ഒന്ന് ഉടഞ്ഞ് അതിൻ്റെ ഒരു ഷേപ്പൊക്കെ മാറുന്നവരെ അത്രയൊക്കെ മതി. ഏതാണ്ട് ഇതുപോലെ ആവാൻ മതി. ഇതങ്ങ് ഇടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് എണ്ണ ചൂടായി കഴിഞ്ഞു. കുറച്ചൊരു കടുകിടുക. ഇത് ഒരു ചുവന്ന മുളക്, ഉണങ്ങിയ ചുവന്ന മുളക്. അത് കടുക് പൊട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് ആ എണ്ണയ്ക്കകത്തേക്ക് ഇടാം. കണ്ട എണ്ണയൊക്കെ ചൂടായി അതിനകത്തേക്ക് ഇട്ടു. അതിൻ്റെ പുറകെ അതിൻ്റെ ഒച്ചയൊക്കെ കേൾക്കുന്നുണ്ട്. അതിൻ്റെ ഒച്ചയൊരു മണമൊക്കെ വരുമ്പോഴത്തേക്കും കുറച്ച് ഉള്ളി ഇട്ടു, കുറച്ച് കറിവേപ്പില ഇട്ടു. എന്നിട്ട് ഇത് കുറച്ച് ഇളക്കിക്കൊണ്ടിരിക്കുക. ഇത് ഈ ഉള്ളി മൂക്കൊന്നും വേണ്ട. ഇതിന് ചെറിയ ഉള്ളിയാണ് എപ്പോഴും ഉപയോഗിക്കുന്നത്. വലിയ ഉള്ളി അഥവാ ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ വലിയ ഉള്ളി ഉപയോഗിക്കാം, അതിനകത്തൊരു പ്രശ്നമൊന്നുമില്ല. പക്ഷേ എല്ലാണ്ട് ബ്രൗൺ ആക്കരുത്. അതൊന്ന് ചുമ്മാ അതിൻ്റെ ഒരു പച്ച മണം അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് അതൊന്ന് ആകുമ്പോഴത്തേക്ക് നമുക്ക് ബീൻസ് ഇടാം. ഇനി ബീൻസ് വെച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ നന്നായിട്ട് ഫൈനായിട്ട് അരിഞ്ഞിരിക്കുന്നത്, നന്നായിട്ട് വളരെ കനം കുറഞ്ഞാണ് അരിഞ്ഞിരിക്കുന്നത്. അത് നമുക്ക് ഒന്നുമില്ലെങ്കിൽ കത്തി കൊണ്ട് ഇങ്ങനെ അരിയാം, അല്ലെങ്കിൽ നമ്മൾ നാട്ടിൽ ചെയ്യുന്ന പോലെ ഒരു കൈ ഉറയിട്ടിട്ട് ഇങ്ങനെയായിട്ട് അരിഞ്ഞാലും വളരെ തിന്നായിട്ട് അരിയാം. ഇതങ്ങോട്ട് ഇടുക. ആദ്യമേനെ അത് ആദ്യം ഇട്ടു. നമ്മളിങ്ങനെ ഒന്ന് ഇളക്കി ഇതൊന്ന് പച്ച വിട്ട് കഴിയുമ്പോഴത്തേക്കും ഇതിനകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുക. കാരണം ബീൻസ് വേവാൻ ഇച്ചിരി സമയമെടുക്കും. അടച്ച് വയ്ക്കുക, തീ കുറച്ച് വയ്ക്കുക. തീ നന്നായിട്ട് കുറച്ച് വയ്ക്കുക കേട്ടോ. പിന്നെ നമുക്ക് ഇതിനുള്ള അരപ്പിനുള്ള കൂട്ടെടുക്കാം. ഇതിന് കണ്ടമാനം തേങ്ങ വേണ്ട. നമുക്കൊരു 4 സ്പൂൺ തേങ്ങ ഇട്ട് കഴിഞ്ഞാൽ തേങ്ങ ഇടുക. അത് കഴിഞ്ഞിട്ട് കുറച്ച് ജീരകം, ഒരു സ്പൂൺ ജീരകം ഇടുക. വെളുത്തുള്ളി, മഞ്ഞൾ നിങ്ങൾക്ക് എരിവനുസരിച്ച് ഇടാം. ഇനി ഇത് വല്ലാണ്ട് അരയൊന്നും വേണ്ട, ചുമ്മാ ഒന്ന് കറക്കി കിട്ടിയാൽ മതി. ഒരു കറക്ക് കഴിഞ്ഞിട്ട് നമുക്ക് അതങ്ങോട്ട് ഇത്രയും മതി. കണ്ടമാനം അരഞ്ഞാൽ ഒരു രുചി ഉണ്ടാവില്ല. അതുകൊണ്ട് നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ കല്ലിലിട്ട് ഇങ്ങനെ ഇടിച്ചാലും ധാരാളം മതി. ചിലർക്ക് വായിൽ ഒട്ടും വരുന്ന ഇഷ്ടം, അല്ലെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് മിക്സിയിൽ കുറച്ച് അടിക്കാം. പക്ഷേ വളരെ ഫൈൻ ആവുകയരുത്, നമുക്ക് ചമ്മന്തിക്കൊക്കെ അരയ്ക്കുന്ന പോലെ. പിന്നെ ഇതൊന്ന് തുറന്നിടുക. എന്നിട്ട് നമ്മൾ നടുക്ക് കുറച്ച് സ്ഥലം ഇടുക ബീൻസിൻ്റെ. അതിന് മുന്നേ ബീൻസിനെ ഞാൻ ഉപ്പിട്ടാണ്. നമുക്ക് ഉപ്പ് നിങ്ങളുടെ സ്വാദനുസരിച്ച് ഉപ്പിട്ടാൽ മതി. എത്ര ഉപ്പ് ചില വീടുകളിൽ ഉപ്പ് കൂടുതൽ വേണം, ചില വീടുകളിൽ ഉപ്പ് വേണ്ട, അങ്ങനെയൊക്കെ ഉണ്ട്, സ്വാദനുസരിച്ച്. ഇനി നമ്മളൊരു നടുക്കൊരു കുറച്ച് സ്ഥലം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അതിനകത്തേക്ക് ഞാൻ മുഴുവൻ ഇടുന്നില്ല, കാരണം ബീൻസ് അത്രയേ ഉള്ളൂ നമ്മുടെ അടുത്ത്. ഇത് ഇത്രയും മതി, നമുക്ക് തേങ്ങ ഇത്രയും മതി. എന്നിട്ട് നമ്മൾ ബീൻസ് ഇട്ട് മൂടുക. അത് മൂടിയിട്ട് നമ്മൾ ഗ്യാസ് പിന്നെയും ഓണാക്കിയിട്ട് നമ്മൾ അടച്ചു വെച്ചാൽ മതി. ഏകദേശം 1 മിനിറ്റ് ഇങ്ങനെ ഗ്യാസിലിരുന്നാൽ മതി. അതോടെ പരിപാടി കഴിഞ്ഞു. ഇപ്പോൾ ഏകദേശം 1 മിനിറ്റ് ആയി കാണും. നമുക്ക് നോക്കാം എങ്ങനെയുണ്ട്. നല്ല മണം വരുന്നുണ്ട്. ഇപ്പം നമ്മൾ എന്നിട്ട് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കുക. ഉപ്പ് വേണമെങ്കിൽ ഒന്നുകൂടെ ഒന്ന് ചെക്ക് ചെയ്യുക. എന്നിട്ട് അങ്ങോട്ട് ഓഫാക്കാം. ഇത്രയേ ഉള്ളൂ. ഇതാണ് ബീൻസ് തോരൻ. ഇത് നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കൂ. വളരെ എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്. ഈ റെസിപ്പി ഉപയോഗിച്ച് പലതരം തോരനുണ്ടാക്കാം. ക്യാബേജ് ഉണ്ടാക്കാം, പിന്നെ പലതരം തോരൻ, ഏത് പച്ചക്കറിയുടെയും തോരൻ ഉണ്ടാക്കാം ഇതുവഴി. പിന്നെ ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ
like and subscribe Sanjeev Kapoor Khazana. Thank you.